ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകില്ലേ സപ്പോർട്ട്? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോ കണ്ടാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനും കിച്ചും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് SRM യൂണിവേഴ്സിറ്റി, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. ചെന്നൈയിലെ നമ്പർ 1 കോളേജ് ആണല്ലോ. അപ്പം അതുവഴി പാസ് ചെയ്ത് ഞാനും കിച്ചും കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ വരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. പോയിട്ട് ഞാനും കിച്ചും കൂടെ തിരിച്ച് വരികയാണ്. വരുന്ന വഴിക്ക് പിന്നെ വീട്ടിൽ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ല. അപ്പോൾ കിച്ചുവിനോട് ഞാൻ പറഞ്ഞു ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കിച്ചു എനിക്ക് ദോശമാവൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പാക്കറ്റ് ദോശമാവൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 കവർ മാവ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഒരു കവർ മാറ്റി വെച്ചു, കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം മേടിച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ തേങ്ങ വെച്ച് മുളകൊക്കെ വെച്ച് ചമ്മന്തി അരച്ചു. അങ്ങനെ 2 പാനിനകത്തായിട്ടാണ് ദോശ ഇട്ടത്, കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മുളകൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളിൻ്റെ പുറത്ത് എല്ലാം കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. അപ്പോഴെല്ലാവർക്കും ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ഞാൻ ഓർത്ത് എല്ലാവർക്കും ഒന്ന് ബ്ലാക്ക് ടീ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാവർക്കും ബ്ലാക്ക് ടീ ഉണ്ടാക്കി. അപ്പം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കുന്ന ബ്ലാക്ക് ടീ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് കേട്ടോ. മറ്റേ ടീ പൗഡർ ഇട്ട് കൊടുക്കാമെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല, ഇത് ഇഷ്ടമാണ്. ഇതിന് കയ്പൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവർക്കും ബ്ലാക്ക് ടീ എടുത്തു. പിന്നെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വന്നു. കിച്ചു ആണെങ്കിൽ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക കുറച്ച് ലേറ്റായേ പോകുന്നുള്ളതെന്ന് പറഞ്ഞു. അത് കാരണം കിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം കിച്ചു എന്നെ ഇങ്ങനെയൊക്കെ ആക്ടിങ് കാണിക്കുവാണ്, ഡാൻസൊക്കെ കളിച്ച് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഭയങ്കര കളിയാക്കലാണ് ഞാൻ. അങ്ങനെ അക്കുവാണെങ്കിൽ പൂച്ചയെ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ. അക്കുവിനെ എപ്പോഴും പൂച്ചയെ വെച്ച് കളിപ്പിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കിച്ചു പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മവും അക്കുവും കൂടെ ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഇക്ക റൂമിലും കിടക്കുകയാണ്. പിങ്കിമോള് മാറി ഇവരുടെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. നമ്മൾ എവിടെ പോയി ഇരിക്കുന്നത് അതിൻ്റെ കൂടെ വന്നിരിക്കും പിങ്കിമോള്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ജൂലിമോളും അതുപോലെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അക്കൂട്ടനാണെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്കോസൊക്കെ പൊട്ടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചോക്കോസ് എടുത്ത് ഇക്കായ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അക്കുവും അമ്മും എൻ്റെ കൂടെ റൂമിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ട് കൊടുത്തു. പിന്നെ ഇക്ക കഴിച്ചിട്ട് ഇക്കായും കുളിച്ചിട്ട് ഇക്കായും അമ്മയുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയതിന് ശേഷം ഞാനും അക്കുട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയറി വന്നപ്പോഴത്തേന് ഇതേ ജൂലിമോൾ എൻ്റെ അടുത്തോട്ട് വന്ന് കൊഞ്ചാൻ വരികയാണ് കേട്ടോ. കള്ളിപ്പെണ്ണാണ്. അതിനുശേഷം പിന്നെ ഞാൻ അക്കുവിനോട് ഞാൻ പറഞ്ഞു കിച്ചൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അക്കുട്ടൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ്. അതിനുശേഷം കുറച്ച് നേരം ഞാനും അക്കൂട്ടനും കൂടെ വന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ഇതപ്പോഴത്തേക്കിന് അക്കൂട്ടന് ഉടനെ ഈന്തപ്പഴമൊക്കെ തിന്നണം. അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും സമയം ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇക്ക വന്നപ്പോൾ ഇക്ക ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നു. ഞങ്ങളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞാൻ അക്കുവും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറേ നേരം കുറേ ജോലികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എല്ലാം കൂടെ ആയാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച സാധനം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. സൺഫ്ലവറിൻ്റെ ഓയില്, പിന്നെ ലൈസോള്, പിന്നെ ഒരു ഹോർലിക്സ്, പിന്നെ 2 ബൂസ്റ്റ്, 2 ഇത് ചോക്കോസ്, പിന്നെ കംഫർട്ട്, അങ്ങനെ ഹാർപ്പിക്ക് ഒരുപാട് ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ കുറേ സാധനങ്ങൾ ചോക്കോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. ഓട്സാണ് ഇതെല്ലാം കേട്ടോ. നട്ട്സിൻ്റെ ഓട്സും അല്ലാത്ത ഓട്സ്, പേസ്റ്റ്, ഇത് കുറേ നാളത്തേക്കാണ് വാങ്ങിക്കുന്നത്. പിന്നെ 5 കിലോയുടെ സോപ്പ് പൊടി, പിന്നെ ഇത് ടീ പൗഡറാണ്, പിന്നെ 1 പാക്കറ്റ് ബിസ്ക്കറ്റ്, പിന്നെ തലയിൽ തേക്കുന്ന പാരച്ചൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ. ഇതൊക്കെ ഓഫർ ഉള്ളത് കാരണം ഇത് ഒന്നിച്ച് ബോട്ടിലായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തേക്ക് വാങ്ങിക്കണ്ടല്ലോ. അപ്പോഴേക്കും ഈവനിങ് ആയി. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് 1 കവർ ബിസ്ക്കറ്റും പൊട്ടിച്ച് ചായ ഞാൻ ഇക്കായ്ക്കും കൊടുത്തു. ഞങ്ങൾ എല്ലാവരുടെ ചായയും കുടിച്ചിട്ട് അപ്പോഴേക്കും ഇക്ക ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞൊരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഷോപ്പിൽ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇക്ക പോയതിന് ശേഷം പിന്നെ എനിക്ക് കുറേ ജോലികളുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഇക്കായെ യാത്രയാക്കിയിട്ട് അകത്തോട്ട് കയറി വന്നത്. അപ്പോൾ ജോലിമോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വാച്ച് വെക്കാൻ വേണ്ടി ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. വാറണ്ടി ഒക്കെ ഉള്ളതാണ് കേട്ടോ. 1 ഇയർ വാറണ്ടി ഒക്കെ ഉള്ളതാണ്. അടിപൊളി ബോക്സാണ്. ഒരുപാട് നമുക്കതിനകത്ത് വാച്ച് വെക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ വാച്ചിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വിതറി ഇട്ടേക്കും. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവും കേട്ടോ. അത് കാരണമാണ്. അപ്പം കിച്ചു പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. ഉമ്മി ഇതുപോലൊരു ബോക്സ് വാങ്ങിച്ച് വെക്കാമെങ്കിൽ ഉമ്മിക്ക് അതിനകത്ത്
സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓരോ ദിവസം പോകുമ്പോൾ ഇഷ്ടമുള്ള വാച്ച് സെലക്ട് ചെയ്തിട്ടുകൊണ്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കിച്ചു വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് വാച്ച് നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ കുറേ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു കഴുകിക്കൊണ്ടിട്ടത്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ എല്ലാം മടക്കി വെച്ചപ്പോൾ തന്നെ ഒരു 10:30 11 മണി ആയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അമ്മു കിച്ചുവും ഇക്കായും ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഒരു പാക്കറ്റ് ഐസ്ക്രീമും വാങ്ങിച്ചുകൊണ്ട് തന്നേക്കുന്നു കിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലിയൊരു പാക്കറ്റ് ഐസ്ക്രീമും കൊണ്ടാണ് വന്നത്. ഇവിടെ നേരത്തെ മേടിച്ച നേരത്തെ മേടിച്ചത് ഞങ്ങൾ മാംഗോ ഐസ്ക്രീം ആയിരുന്നു, തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് പിസ്ത ഐസ്ക്രീമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ബോക്സ് പൊട്ടിച്ചിട്ടില്ല, നേരെ ഫ്രീസറിലോട്ട് വെക്കുകയാണ് കേട്ടോ. വലിയൊരു പാക്കറ്റായിരുന്നു. എത്രയോ നാൾ ഉപയോഗിക്കാം കേട്ടോ. 1 മാസം വേണമെങ്കിലും ഉപയോഗിക്കാം, അത്ര വലുതാണ് കേട്ടോ. പിന്നെ കിച്ചുവിന് നാണം വരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ കിച്ചു ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് 1000 രൂപ കൊണ്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നപ്പോൾ. പിന്നെ ഞാൻ കഴിച്ചത് പനീർ ബട്ടർ മസാലയും പൊറോട്ടായുമാണ്. ഇത് അവർ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വാച്ചിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം. പുതിയ പെട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കിച്ചുവിനോട് പറഞ്ഞു എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. കിച്ചുവിനോട് അക്കുവിനോട് അക്കു അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. കിച്ചുവാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത് അക്കുവിന്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലൊക്കെ പോയി ഇവർ തന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നതാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ വാച്ചിൻ്റെ കളക്ഷനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് വെക്കാൻ എനിക്ക് പ്ലേസ് ഇല്ലാത്തത് കാരണം അവിടെ ഇവിടെയൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ വാച്ചിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അത് കാരണമാണ് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ച ബോക്സ്. പക്ഷേ ഇത് നല്ലത്, എനിക്ക് ഉപകാരമായി കേട്ടോ. എല്ലാം നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളപ്പം ഇട്ടാൽ മതിയല്ലോ ഇഷ്ടമുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ പറയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക്